കൊട്ടി ഞങ്ങൾ വരുന്നു. ഉത്സവമേളം അറിവിൻ താളം നിറവിൽ നിറയും പഠനോത്സവം. പഠനോത്സവം ഇത് വിജയോത്സവം. പഠനോത്സവം ഇത് വിദ്യോത്സവം. പഠനോത്സവം ഇത് വിജയോത്സവം. പഠനോത്സവം ഇത് വിദ്യോത്സവം. വിജ്ഞാനത്തിൻ വിളനിലമല്ലോ വിദ്യകൾ പകരുമെൻ വിദ്യാലയം. വിജ്ഞാനത്തിൻ വിളനിലമല്ലോ വിദ്യകൾ പകരുമെൻ വിദ്യാലയം. അറിവിൻ കൈത്തിരി അടയാവെന്നും കാത്തരുളിയിടും വിദ്യാലയം. പഠനോത്സവം ഇത് വിജയോത്സവം. പഠനോത്സവം ഇത് വിദ്യോത്സവം. അക്ഷരമക്കം തൊട്ടു തുടങ്ങി കഥകൾ കവിതകൾ നാടകലോകം. അക്ഷരമക്കം തൊട്ടു തുടങ്ങി കഥകൾ കവിതകൾ നാടകലോകം. ഭാഷാഗണിതം ശാസ്ത്രം ചിത്രം ഒത്തുവിളങ്ങും തിരുമുറ്റം. ഭാഷാഗണിതം ശാസ്ത്രം ചിത്രം ഒത്തുവിളങ്ങും തിരുമുറ്റം. പഠനോത്സവം ഇത് വിജയോത്സവം. പഠനോത്സവം ഇത് വിദ്യോത്സവം. പഠനോത്സവം ഇത് വിജയോത്സവം. പഠനോത്സവം ഇത് വിദ്യോത്സവം. നാടിനു മുന്നിൽ മികവുകൾ കാട്ടാൻ തകിലുകൾ കൊട്ടി ഞങ്ങൾ വരുന്നു. നാടിനു മുന്നിൽ മികവുകൾ കാട്ടാൻ തകിലുകൾ കൊട്ടി ഞങ്ങൾ വരുന്നു. ഉത്സവമേളം അറിവിൻ താളം നിറവിൽ നിറയും പഠനോത്സവം. പഠനോത്സവം ഇത് വിജയോത്സവം. പഠനോത്സവം ഇത് വിദ്യോത്സവം. അറിവിനുത്സവമേളയിത അക്ഷരജ്വാലകളാളിപ്പടരും അറിവിനുത്സവമേളയിത. പഠനോത്സവം ഇത് വിജയോത്സവം. പഠനോത്സവം ഇത് വിദ്യോത്സവം. മരത്തിൽ ധാരാളം പക്ഷികൾ കൂട്ടുകൂടി താമസിക്കുന്നു. കാക്ക, കുയിൽ, തത്ത, പ്രാവ്, പരുന്ത്, കാലൻ, കോഴി, മൂങ്ങ, നത്ത്, മരം കൊത്തി, കഴുകൻ. ഇങ്ങനെ എത്ര പക്ഷികൾ. ഞാവൽക്കായ് പഴുക്കുമ്പോൾ പക്ഷികൾക്ക് ഉത്സവ ആഘോഷമാണ്. ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗമാണ്. ഒരു രാത്രി ഉണ്ടക്കണ്ണൻ പൂങ്കയും കൂട്ടരും പറന്നെങ്ങോ പോയി തിരിച്ചു വരികയായിരുന്നു. അവരാണ് ആദ്യമായി ആ കാഴ്ച കണ്ടത്. അതാ നോക്കൂ, മനുഷ്യർ കാട് വെട്ടി തീയിട്ടിരിക്കുന്നു. ഇത് കാട്ടു മനുഷ്യരായിരിക്കുമോ?
പക്ഷെ ആവശ്യം കഴിഞ്ഞാൽ അവർ തീ അണച്ചിട്ടേ പോകും. അതെ, ഇത് നാട്ടുമനുഷ്യർ തന്നെ, സംശയമില്ല. കാട് നശിപ്പിക്കാനുള്ള ശ്രമമാണ്. പ്രഭോ, മനുഷ്യർ കാടിന് തീ വച്ചിരിക്കുന്നു. ഞാനൊന്ന് നോക്കട്ടെ, ഇത് കാട്ടുതീ ആയിരിക്കുമോ? അല്ല, നാട്ടുമനുഷ്യർ നാവൽക്കാട്ടിന് തീ വച്ചത് തന്നെ, യാതൊരു സംശയവുമില്ല. മന്ത്രി, നമുക്കുടൻ തന്നെ ഒരു സഭ കൂടണം. ശരി പ്രഭോ. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പക്ഷികളുടെ സഭ. കൂട്ടുകാരെ, വലിയൊരു അപകടം നമ്മെ പിടികൂടിയിരിക്കുന്നു. മനുഷ്യർ ഞാവൽക്കാട്ടിന് തീ വച്ചിരിക്കുകയാണ്. പക്ഷികൾ വാവിട്ട് കരയുന്നു. അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിൽ എത്തില്ല. നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപായം ആലോചിക്കാം. പക്ഷിവർഗത്തെ സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്. 4-5 ദിവസം കൂടി കഴിഞ്ഞാൽ തീ ഇങ്ങെത്താനാണ് സാധ്യത. നെല്ലമ്മാവനാണ് നമ്മുടെ നേതാവ്. അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നതാണ് ഭംഗി. മറ്റുള്ളവർ ആപത്തിൽ പെടുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് ശരിയല്ല. കുളക്കോഴികൾ കുണ്ടന്മാരുടെ ഓടികൾ. പിണറുകൾ പാഞ്ഞു പോകുന്നു. വീണ്ടും ഇടിവെട്ടുകൾ. മഴ പെയ്യുന്നു. പ്രാർത്ഥന കേട്ടു. പെയ്യട്ടെ മഴ പെയ്യട്ടെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ. നമ്മളെ രക്ഷിക്കാനാണ് മഴ പെയ്തത്. ഇനി തീക്കും മനുഷ്യനും രക്ഷയില്ല. യുവകൾ പറന്ന് ആഹ്ലാദം വെളിപ്പെടുത്തി. ഇനി പേടിക്കാനില്ല. ഈ ഞാവൽക്കാട്ടിൽ തീയുമില്ല, മനുഷ്യനുമില്ല. ഇനി നിങ്ങൾക്ക് സമാധാനത്തോടെ ഇനിയുള്ള കാലം ഇവിടെ സുഖമായി കഴിയാം. നമ്മുടെ കാത്തോടെ
LMS LPS അമരവിളയുടെ പഠനോത്സവമാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഏറ്റവും ക്രൂരമായ ഒരു സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇതാ നമ്മുടെ സ്കൂളിലെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ആ ചരിത്ര സംഭവം നിങ്ങളുടെ മുന്നിൽ ഒരിക്കൽ കൂടി കൊണ്ടുവരുന്നു. We are going to present a speech, Jallianwala Bagh Massacre. Scene 1, an announcement from British Governor. Attention of today, 18th March 1990, the British government has passed today, 18th March 1990, a British government has passed a situation of Jallianwala Bagh massacre. The situation was even worse in Punjab. This scene is happening in a village of Punjab. You hear about the revolution? Yes, I read about it in a newspaper. I have come to know that it is an act. This allowed the British to infiltrate people without any difference. Yes, we must definitely express our unwillingness towards the British Raj. You are not wrong. You were talking about the Rowlatt Act. We are planning to have a peaceful protest. Are you willing to participate? Yeah, sure. The government must know our unwillingness. To know about the protest which was to be held. This scene is happening the day before Jallianwala Bagh massacre. Suspicions of the Indians, he must do something, sir. Tell our men to be prepared, Tom. Tomorrow we are going to teach a lesson to the Indians. What do you mean, sir? You will see it tomorrow. Scene 3. All the protestants entered into a big open ground surrounded by huge buildings with only one entrance. They also are Dr. Satyapal and Satyajit Vishnu. We will not remain silently. Bharat Mata ki jai. Bharat Mata ki jai. Bharat Mata ki jai. We will hold government to patrol the law. Vande Mataram. Vande Mataram. Vande Mataram. General order along with the soldiers arrive at Jallianwala Bagh. Close all the gates. Now fire the bullets at those disciplined Indians. A minimum of 338 people were dead and around 2,032 were injured or injured. Many also happened to have present their escape from the country. Indians all over the country were greatly shocked and they were very angry towards the British commitment. Thank you. അവതരിപ്പിക്കാൻ പോകുന്ന 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഏതാണ്ട് പണ്ഡിതന്മാർ സംസാരിച്ചു നിൽക്കുന്നു. അക്ബർ ചക്രവർത്തി അവരെ കുറച്ചു നേരമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് നടന്ന സംഭവം നമുക്ക് നേരിൽ കാണാം. പ്രഭു കൽപ്പിച്ചാലും എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കെല്ലാം പഠിക്കണം. നാളെ മുതൽ കോൺഗ്രസ് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ശരി മഹാരാജാവേ.
ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ഉത്തരവ് പാലിക്കുക മാത്രമാണ് ചെയ്തത്. മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങേക്കറിയാമോ? ഇല്ല, അതും ഇതുമായി എന്ത് ബന്ധം? തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തി കൊണ്ടുപോകാൻ അറിയാമോ? അതുമല്ലെങ്കിൽ വസ്ത്രങ്ങളിലെ കറ കളയാൻ? തീർച്ചയായും ഇല്ല. ഓരോ വിളയും എപ്പോഴാണ് നടേണ്ടതെന്നും നനയ്ക്കേണ്ടതെന്നും അങ്ങേക്കറിയാമോ? പാഴ്വസ്തുക്കളിൽ നിന്നും പ്രയോജനമുള്ളത് തിരഞ്ഞെടുക്കാൻ അങ്ങേക്കറിയാമോ? പച്ചപ്പുൽ മേടുകൾ എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നല്ല വിലയ്ക്ക് വിൽക്കാനാവുക എന്നറിയാമോ? നമ്മുടെ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നല്ല വിലയ്ക്ക് വിൽക്കാനാവുക എന്നറിയാമോ? കൈയെഴുത്ത് ഒരു ചിത്രം പോലെ മനോഹരമാക്കുന്നത് എങ്ങനെയെന്ന്? ഇല്ല ഇല്ല ഇല്ല, 1000 വട്ടം ഇല്ല. അപ്പോൾ തിരുമനസ്, ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ട്. ഓരോരുത്തർക്കും കുറച്ചറിവുണ്ട്, ചില പ്രത്യേക വാസനകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനും കഴിയും, അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥിയാകാനും കഴിയും. അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണല്ലേ? ഞാൻ കരുതിയത് താങ്കളെ ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ലെന്നാണ്. മറിച്ചാണ് തിരുമനസ്, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ചക്രവർത്തി, ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ്. അങ്ങനെ ബുദ്ധിമാനറിയാം, എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന്. എന്നാൽ ഒരു നല്ല അധ്യാപകനാകാൻ എല്ലാവർക്കും കഴിയും. അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം. ഇത്രയും ബുദ്ധിമതിയായ ഒരു അധ്യാപികയെ കിട്ടിയ നിങ്ങൾ ഭാഗ്യവാനാണ്. അടുത്ത ഇനം മലിനീകരണം എന്ന മഹാവിപത്തിനെതിരെ LMS LPS അമരവിളയുടെ കൂട്ടുകാർ അണിനിരക്കുന്നു. We pollute environment, atmosphere and water bodies. Here we present a skit related sea pollution. Scene 1. Julia the mermaid and her friends, starfish, whales, crab and shark are in the sea. They go through a dangerous situation. Let's watch. Julia, you look so sad. What is the matter? Don't you hear about our friends? Tell me, what happened then? Nothing. We dumped the plastic waste into our home. Look, some of our friends. They ate plastic waste and they died. Some others are in dangerous situation. How can you overcome this situation? I can't bear it. Oh, my friends. I have an idea. Join here. We can drive them away. That is very nice. Let's join. Next day, Julia the mermaid and her friends watching the beauty of the sea. They saw a dangerous sea. Look at the pancakes. Oh, it is marvelous. Friends, come fast. Throw the waste into the sea. We dump waste in the environment. There is no space. There is enough space to dump our abundant waste. Yes, don't waste our time. Right. Come on, Clement, let's
so sad. What is your problem? I can't lift my bag. It is very heavy. I can't. Friends, I don't want to study. I don't want to go to school. It is very boring. I have a lot of homework. I can't. Don't worry, we will help you. This is your school, a famous English medium school nearby. You look very happy. Which is your school? Our school is Our school is LMS LPS Amaravilla. Here we enjoy study. Our teachers are friendly. They help each and every situation. Here we feel less ambience. Moreover, academic performance, infrastructure facilities, teaching quality, extracurricular activities, and overall impact of our school is very high. Our school provides free agriculture education. We have developed a computer lab and library. Our school gave more chance to speak in English. So spoken English classes are also being conducted in our school for enhancing the students' ability to speak in English. Another speciality of our school is club activities. We have math club, science club, Gandhi Darshan club, social science club are running very effectively. Our teachers look for the bright future of the students. Our teachers give more importance to our health. We get nutritious food, regular medical checkup, exercise like aerobics and many indoor and outdoor games. I want to study your school. Don't worry, we will visit your house and see your parents. You are welcome to Thank you, dears. സ്ത്രീകളും എന്ന മഹാവിപത്തിനെ പരാമർശിച്ചെഴുതിയ കടൽപ്പൊട്ടി എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലം വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലം വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി ഞങ്ങളാടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ മകളെ നാം ചിലർ വേട്ടയാടി കാട്ടുമൃഗം കൂട്ടി വെച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോ നികൃഷ്ട നീതി സ്ത്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടി വെച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലയാണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലയാണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. ആദ്യമാകമെന്ന വേഗം ചേർത്തു വച്ച രീതികൾക്ക് കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. തിരുവെന്ന പേരിനെ അനർഹനാണ് പുരുഷനെന്ന നേരതെന്നിതാണ് ഗ്രഹങ്ങൾ കൂട്ട കണ്ണുകൾ. തിരുവെന്ന പേരിനെ അനർഹനാണ് പുരുഷനെന്ന നേരതെന്നിതാണ് ഗ്രഹങ്ങൾ കൂട്ട കണ്ണുകൾ. പേടിയാണ് വണ്ണുപെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. പേടിയാണ് വണ്ണുപെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. അറിയില്ലെങ്കിൽ അറിയിലും മറയില്ലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രളയമെന്ന പൊരുളിലും. പേടിയാണ് വണ്ണുപെണ്ണിനെ പ്രപഞ്ച ശക്തിയെ.
പച്ചയായി നോവിനാൽ കരഞ്ഞിടുന്ന നീർമയിൽ ചിരിച്ചിടുന്ന നീരിനാൽ വീർത്തിടുന്ന നീരപച്ചയായി എരിഞ്ഞു തീരുവാനടുപ്പ് കൊള്ളിയുള്ള പെണ്ണവൾ എരിഞ്ഞു തീരുവാനടുപ്പ് കൊള്ളിയുള്ള പെണ്ണവൾ പടർമുഖത്തിടേണ്ട താമമന്നതി കടൽ കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുക അവളെയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കുമേ അവളെയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കുമേ ഒത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണതിന്റെ പാതിയുള്ളവൾ പ്രപഞ്ചസാര സൗഭകം ആരുമാരെയും ഭരിച്ചിടാതെ തോളൊരുങ്ങിയാൽ കാടടക്കി നാടടക്കി ക്ഷീരപദം കോടടക്കി മാറി മഹാമാരികത വീരൊടക്കി പോരൊടക്കി പൂർണ്ണതയ്ക്ക് പൂർണ്ണമെന്നൊരർത്ഥമെന്ന് വീരടക്കി നാമിനെ വരച്ചിരം തെരഞ്ഞതാം പരമ്പൊരു നേടുമെന്ന് ശ്രീ പുരുഷ ശ്രീലയത്തിൽ മനുഷ്യ അപ്പോൾ ഈ ചരാചരങ്ങൾ അത്ഭുതപ്പെടും അപ്പോൾ ഈ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. നന്ദി, നമസ്കാരം.